എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കും. അതേസമയം CISF ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ പരാതികൾ. ജനവാസ മേഖലകളിൽ മാലിന്യം നിക്ഷേപിച്ച് ജനങ്ങളെ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അമല, ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നതാണ് അതിന്റെ നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ CISF ഉദ്യോഗസ്ഥന്മാർ സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെയും ആളുകളെ ഉപദ്രവിച്ചതിനടക്കമുള്ള ആക്ഷേപങ്ങൾ ഇവരുടെ പേരിലുണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? മനു, തീർച്ചയായും നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായ CISF ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കുഴപ്പക്കാർ തന്നെയായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. മുന്നേ തന്നെ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ, അല്ലെങ്കിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ, അതായത് ജനങ്ങളെ പ്രകോപിപ്പിക്കുക, അവർക്ക് നേരെ സംഘർഷമുണ്ടാക്കുക, ഒപ്പം തന്നെ ജനവാസ മേഖലകളിൽ ഈ മാലിന്യങ്ങൾ കൊണ്ട് പോയി നിക്ഷേപിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇവർ CISF ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ട്, ഭയം കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവമായി, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ നടപടിയെടുത്തതോടുകൂടി ആ ഭയത്തിൽ നിന്നും മാറി അവർക്കൊരു ധൈര്യമുണ്ടാവുകയും കൂടുതൽ പരാതികളുമായി ജനങ്ങൾ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഐവിൻ ജിജോയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഇനി കസ്റ്റഡിയിൽ ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, ഒപ്പം തന്നെ തെളിവെടുപ്പുകൾ അടക്കം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ട് അത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഈ ഐവിൻ്റെ ഈ ഒരു കൊലപാതകത്തിൽ ഈ ഐവിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ രണ്ടുപേരും ഇദ്ദേഹത്തെ കാർ ഇടിപ്പിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഐവിനുമായി കാർ മുന്നോട്ട് പോകുന്നു. അതായത് ഐവിൻ കാറിൻ്റെ ബോണറ്റിൽ വീണ സാഹചര്യത്തിൽ ഏറെ ദൂരം മുന്നോട്ട് പോവുകയും പിന്നീട് ഐവിൻ ഇത്തരത്തിൽ ആ കാറിൻ്റെ അടിഭാഗത്ത് പെടുകയും ചെയ്തു. എങ്കിലും കാർ നിർത്താതെ മുന്നോട്ട് പോവുകയും ആ സമയത്തുണ്ടായിരുന്ന ചില പരിക്കുകൾ, പ്രധാനമായും മുഖത്തും ഒപ്പം തന്നെ തലയിലുമുണ്ടായിരുന്ന പരിക്കുകളാണ് ഇത്തരത്തിൽ ഈ മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിരുന്നു. ഏകദേശം 37 മീറ്ററോളം ദൂരമാണ് ഐവിൻ കാറിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഐവിനുമായി മുന്നോട്ട് പോയത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിലുള്ള മൊഴിയെടുപ്പിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ തങ്ങൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന്, ഇവർ സ്ഥിരം പ്രശ്നക്കാരാണ് എന്ന് ലഭ്യമാകുന്നതാണ് ഇപ്പോഴത്തെ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. ജനങ്ങളെ ഉപദ്രവിച്ചതിനടക്കമുള്ള ആക്ഷേപങ്ങൾ ഇവരുടെ പേർ നേരത്തെ തന്നെ ഉണ്ട് എന്ന് കേൾക്കുന്നു. ഏതായാലും CISF ഉദ്യോഗസ്ഥരെ, കൊലപാതക കേസിലെ പ്രതികളായ അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഇന്ന് നൽകും. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇനി മുന്നിലുള്ളത്. വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്.